ഹായ്, എൻ്റെ പേര് ഫർഹാന. ഞാനിവിടെ റീഹാൻ ഡ്രൈവിംഗ് സ്കൂളിൽ 3 മാസത്തിന് മുന്നേ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പെട്ടെന്ന് കുറച്ച് റീസൺസ് കാരണം എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഇപ്പം 3 മാസത്തിന് ശേഷം ഞാൻ ഇന്നാണ് ക്ലാസ്സിന് വരുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത്. ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ ആശാനോട് പറഞ്ഞപ്പോൾ ആശാനാണ് പറഞ്ഞത് എന്തൊക്കെ ഓർമ്മയുണ്ട്, ലൈക്ക് വണ്ടി കയറി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊരു ക്ലാസ് പോലെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആശാൻ അത് തിരുത്തി തരാമെന്നും പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളും ക്ഷമിക്കണം എന്നോട്. നമുക്കതൊക്കെ നോക്കാം. നമ്മളിപ്പോ ആദ്യം വണ്ടി കയറിയാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ വണ്ടി കയറിയാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് മാക്സിമം ആട്ടോ. പിന്നെ 3 മിററും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. ഇതാണ് 3ാമത്തെ കാര്യം. ആദ്യം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ 3 മിററും അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ സീറ്റ് ബെൽറ്റ് ഇടണം. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം ആദ്യം നമ്മൾ ബ്രേക്കിൽ കാല് വെക്കണം. പിന്നെ ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിന് ശേഷം ന്യൂട്രൽ ആണോ ഗിയർ എന്ന് നോക്കണം. അപ്പോൾ ഇതിവിടെ ന്യൂട്രൽ ആണ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ഈ റൈറ്റ് ഇൻഡിക്കേറ്റർ എന്തിനാ ഇടുന്നതെന്ന് അറിയോ? പുറകിലുള്ള വാഹനങ്ങളുടെ ഡ്രൈവറിന് നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ് എന്നതിന്റെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ക്ലച്ചിന്ന് പകുതിയോളം കാലെടുക്കണം. എന്തിനാ പകുതിയോളം കാലെടുക്കുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് പയ്യെ മിറർ നോക്കി വണ്ടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാം. ആക്സിലേറ്റർ എടുത്ത് വേണം എടുക്കാനായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി പയ്യെ ക്ലച്ച് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. ഇനി ആക്സിലേറ്റർ കൊടുത്ത് ഒരു മിനിമം സ്പീഡ് ആയതിനു ശേഷം നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി സെക്കൻഡ്. ഇനി അപ്പോൾ ഒരു മിനിമം സ്പീഡ് ആയതിനു ശേഷം നമ്മൾ ക്ലച്ച് പിന്നെയും ഫുള്ള് ചവിട്ടി സെക്കൻഡ് ആക്കണം. ഇപ്പൊ ഒരു മിനിമം സ്പീഡ് ആയില്ലേ? ഇനിയിപ്പോ നമുക്ക് ക്ലച്ച് വീണ്ടും ചവിട്ടി നമുക്ക് തേർഡ് ആക്കാം. ഇനി നമുക്ക് ക്ലച്ച് വീണ്ടും ഫുള്ള് ചവിട്ടി 4ാമത്തെ ഗിയറിലോട്ട് മാറ്റും. ഇപ്പൊ തേർഡ് ഗിയറിലാണ് കിടക്കുന്നത്. ഇനി 4ാമത്തെ ഗിയറിലോട്ട് മാറ്റും. ഇപ്പം ഇൻഡിക്കേറ്റർ ഇനി നമ്മൾ ഒതുക്കി നിർത്താൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാം. ബ്രേക്കിൽ. ഇനി ബ്രേക്കിലോട്ട് കാല് വരണം. നമ്മൾ നിർത്താൻ പോവാണല്ലോ, അപ്പൊ ബ്രേക്കിലോട്ട് കാല് വരണം. നമ്മൾ പയ്യെ വേഗത കുറച്ചു, ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നിർത്തിയതിനു ശേഷം ന്യൂട്രലാക്കി. ഞാനിപ്പോ ക്ലച്ച് ചവിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആക്സിലേറ്ററിൽ നിന്ന് പൂർണ്ണമായിട്ട് കാലെടുത്തതിന് ശേഷം മാത്രമേ ക്ലച്ച് ചവിട്ടാൻ പാടുള്ളൂ. ഇതാണ് ഏകദേശം എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി എന്തെങ്കിലും പോരായ്മ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയണം. ഓക്കെ, ബൈ.